ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ അമ്മായിയമ്മൻ്റെയും പിന്നെ എൻ്റെ അനിയൻ്റെയും കൂടെ അടിച്ച് പൊളിച്ചൊരു ദിവസമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ഇറങ്ങി. ഇവിടുന്ന് ഞങ്ങൾക്ക് ബസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ജീപ്പിനാണ് കേട്ടോ പോകേണ്ടത്. അപ്പം ഞങ്ങൾ പോണ ടൈമിൽ ജീപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നടന്നു. അങ്ങനെ ഞങ്ങളിതാ കരടിപ്പാറ ടൗണിലെത്തിന് കേട്ടോ. ഇപ്പോൾ വെയിലായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആയെങ്കിലും ദാഹത്തിനൊരു കുറവുമില്ല. അപ്പം ഞങ്ങൾ നേരെ കണ്ട ടൗണിൽ നിന്ന് വേഗം പോയി നന്നാരി സർബത്ത് കുടിച്ചു. നല്ല അടിപൊളി നന്നാരി സർബത്തായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഉമ്മച്ചീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് കിട്ടിയ ചായയും അവലും ഒക്കെ. കല്യാണം കഴിഞ്ഞ് പുതുതായതുകൊണ്ട് ഇപ്പോൾ ഒരു 3-4 മാസമായിട്ടേ ഉള്ളൂ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ എല്ലാവർക്കും പെണ്ണിനെ കാണാനൊക്കെ ഒരു പൂതി ഉണ്ടാവുമല്ലോ. കുറച്ച് കാലം മാത്രം നമുക്ക് കിട്ടുന്ന ഒരു പ്രത്യേക ഇതാണല്ലോ അത്. അങ്ങനെ പിന്നെ എന്തായാലും അവരെന്നെ കാണാൻ ആഗ്രഹിച്ചതല്ലേന്ന് കരുതി ഞങ്ങൾ അവിടെ പോയി ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഞങ്ങൾക്ക് ചുള്ളിയോടുന്ന് ബത്തേരിയിലേക്ക് ബസ് കിട്ടി. അപ്പം ഞങ്ങളിങ്ങനെ ബത്തേരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ദാ ബത്തേരി എത്തിയിട്ടോ. ബത്തേരി എത്തിയപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ചെറുതായ ഒരു മൂത്രശങ്ക. അപ്പം ഞങ്ങൾ നേരെ തിയേറ്ററിലേക്ക് വിട്ടു കേട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ ടോയ്ലറ്റൊക്കെ യൂസ് ചെയ്തു. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാൻ ടർബനൊക്കെ കുത്തി തട്ടമൊക്കെ കുത്തി നല്ല രീതിയിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും 10 മിനിറ്റ് കൊണ്ട് അതിൻ്റെ കാര്യത്തിൽ തീരുമാനമാവും. അപ്പോൾ അതും കൂടി ഒന്ന് റീസെറ്റ് ചെയ്യാൻ വേണ്ടി പോയതാട്ടോ. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മായിമ്മയ്ക്ക് എന്നോട് ഒടുക്കത്തെ സ്നേഹം, എനിക്കൊരു ചെരുപ്പ് വാങ്ങി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വെറുതെ ഇട്ടല്ലേന്ന് വിചാരിച്ചു. ഞാനൊരു ഫോർമാലിറ്റിക്ക് കുറേ വട്ടം വേണ്ട എന്നൊക്കെ പറഞ്ഞു. പിന്നെ നിർബന്ധിച്ചപ്പോൾ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഉമ്മച്ചി ചെരുപ്പൊക്കെ വാങ്ങി തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോവാണ്. ഇനി ഉമ്മച്ചിക്ക് എന്തോ ആയുർവേദ ഷോപ്പിൽ കയറാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഉമ്മാക്ക് ഈ എന്താ പറയുക എണ്ണയൊക്കെ കാച്ചുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതൊക്കെ കാച്ചി ഉമ്മ അങ്ങനെ വലുതായിട്ടൊന്നുമല്ല, ഉമ്മൻ്റെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ എണ്ണ കാച്ചി തരുമോ ചോദിക്കുമ്പോൾ ഉമ്മ അവർക്ക് ചെയ്തു കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി കയറിയതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളിതാ നേരെ അതിൻ്റെ തൊട്ട് മുമ്പുള്ള ബോംബെ ഷോപ്പിലോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര്, ബോംബെ മാർക്കറ്റോ അങ്ങനെ എന്തോ, അതിൽ കയറി ഞങ്ങളിതാ ഫ്ലവർ നോക്കാൻ വേണ്ടി പോയതാട്ടോ. ഞങ്ങളെ വീടിൻ്റെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്ത് വെക്കാനായിട്ട് ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ വാങ്ങാൻ വേണ്ടി പോയതാണ്. അപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ച സാധനത്തിന് ഒടുക്കത്തെ വില 1000 എത്രയോ. അപ്പോൾ ഇപ്പം ഞങ്ങളതിൽ ഏതായാലും അതിനുള്ള ബഡ്ജറ്റ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വെറുതെ കടയൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ മറ്റേ ഏതെടുത്താലും 200 അങ്ങനത്തെ ഒക്കെ കടയാണെന്ന് വിചാരിച്ചാണ് കയറിയത്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നല്ല, സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഈ സ്പൂണൊക്കെ ഇടുന്ന ഒരു സ്റ്റാൻഡ് വേണമായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചു. ഇതാ ഭരണികൾ നോക്കൂ. ഭരണികൾ എന്നും എൻ്റെ വീക്ക്നെസ്സാണ്. ഇപ്പോൾ എൻ്റെ സ്വന്തം അമ്മൻ്റെ കൂടെയാണെങ്കിൽ ഞാൻ അതിന് 2 എന്തായാലും വാങ്ങിയിട്ടുണ്ടാവും. പിന്നെ അമ്മായിമ്മൻ്റെ മുമ്പിൽ ഞാൻ കുറച്ച് ഡീസൻ്റ് ആയതുകൊണ്ട് ഞാനങ്ങനെ വേണ്ടാത്ത ചിലവുകളൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇതാ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊരു ഐസ്ക്രീം കഴിക്കാൻ പൂതിയായി കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ സ്കൂപ്സ് ആണെന്ന് തോന്നുന്നു, എന്തായാലും അവിടെ കയറിയിട്ട് ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ പോയത് മാക്സിലേക്കാണ്. മാക്സ് ഞങ്ങൾ വെറുതെ പോയതാണ്, ഞങ്ങൾക്കൊന്നും വാങ്ങാനൊന്നുമില്ല, വെറുതെ സമയം കളയാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോർ കണ്ടപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ എന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയിൽ ഞങ്ങൾ കയറിപ്പോയതാണ്. അപ്പോൾ അവിടെ ജെൻസിൻ്റെയും കിഡ്സിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളതൊന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇതാ ഈ കാണുന്ന സ്ഥലത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്നേന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷെ അപ്പോൾ അവിടെ നല്ല തിരക്കാണ്. അപ്പം ഞങ്ങൾ പ്ലാനിങ് മാറ്റിയിട്ട് നേരെ KFCയിലേക്ക് വിട്ടു കേട്ടോ. അപ്പോഴേക്കും അനിയൻ പണി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൻ വരുമ്പോഴേക്കും ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തു. ഈ കാണുന്ന സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ കഴിച്ചത്. അത് കഴിഞ്ഞിപ്പോൾ നേരെ ഞങ്ങൾ ആവേശം കാണാൻ വേണ്ടി പോവാണ്. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. എൻ്റെ ഹസ്ബൻഡ് മൂവി കണ്ടിട്ട് കുഴപ്പമില്ല അങ്ങനെയാണ് കേട്ടോ പറഞ്ഞത്. അപ്പം ഞാനും തന്നെ വലിയ പ്രതീക്ഷയില്ലാതെയാണ് പോയത്. പക്ഷെ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത സിനിമ കേട്ടോ. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമായി. നല്ല കോമഡി ഉണ്ട്, നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങൾ പോപ്കോണൊക്കെ കഴിച്ചു. അങ്ങനെ സിനിമ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോവുകയാണ്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.